എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിഷു ഇത് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെയും ആവേശം എന്ന സിനിമയുടെയും ജയഗണേഷ് എന്ന സിനിമയുടെയും ഏറ്റവും പുതിയ 6 ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനും വേൾഡ് വൈഡ് എസ്റ്റിമേറ്റ് കളക്ഷനുമാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ഫഹദ് ഫാസിലിനെ നായകനാക്കി ജിത്തു മാധവന്റെ സംവിധാനത്തിൽ ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തി മോളിവുഡിലെ അടുത്തൊരു 50 കോടി ക്ലബിൽ കയറിയ സിനിമ കൂടിയാണല്ലോ ആവേശം. ചിത്രത്തിന്റെ 6 ദിവസമായി ഇന്നത്തെ കളക്ഷൻ കൂടി ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 50 കോടി കിടക്കുന്ന ആവേശം എന്ന സിനിമ ചിത്രത്തിന്റെ 6 ദിവസത്തെ കേരള ട്രാക്കിംഗിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേസമയം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2 കോടി 14 ലക്ഷം രൂപയെന്ന് ചിത്രം കേരള ട്രാക്കിംഗ് കളക്ഷൻ നേടിയതെങ്കിൽ ഇന്നത് 2 കോടിക്ക് മുകളിൽ രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ വരുന്നത്. ഇന്നലെ മാത്രം 3 കോടി 60 ലക്ഷം രൂപ കേരള ബോക്സ് ഓഫീസിൽ നേടിയ സിനിമ ഇന്നും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ 3.5 കോടിക്ക് മുകളിൽ രൂപ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം 6 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 21 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 5-ാം ദിവസമായി ഇന്നലെയും ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 6 കോടിക്ക് മുകളിൽ രൂപ നേടിയപ്പോൾ ഇന്നും ചിത്രത്തിന് 6 കോടിക്ക് മുകളിൽ രൂപ വേൾഡ് വൈഡ് നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 6 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 55 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. വമ്പൻ ഹൈപ്പോ പ്രമോഷനോ ഇല്ലാതെ തിയേറ്ററുകളിലേക്ക് റിലീസ് ചെയ്ത ആവേശം എന്ന സിനിമ വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷനുമായി വിഷു വിന്നറായി ഇപ്പോഴും ചിത്രം ബോക്സ് ഓഫീസിൽ മുന്നേറുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ വിനീത് ശ്രീനിവാസന്റെ സംവിധാനത്തിൽ വമ്പൻ താരനിരകളോടെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ വർഷങ്ങൾക്ക് ശേഷം. വമ്പൻ ഹൈപ്പോടെ പ്രമോഷനോടെ തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയ്ക്ക് ഗംഭീരമായിട്ട് ഒരു പോസിറ്റീവ് റെസ്പോൺസിനാണ് ചിത്രത്തിന് തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയിരുന്നത്. നിലവിൽ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും 6 ദിവസം പിന്നിടുന്ന വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ചിത്രത്തിന്റെ 6-ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 5-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 1 കോടി 50 ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനെങ്കിൽ ഇന്ന് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷൻ എന്ന് പറയുന്നത് 1 കോടി 25 ലക്ഷം രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നും ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 2.5 കോടിക്ക് മുകളിൽ രൂപ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 5 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 14 കോടി 50 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ 6-ാം ദിവസമായി ഇന്നത്തെ കേരള കളക്ഷനോട് കൂടി ചിത്രം 16 കോടി 17 കോടി റേഞ്ചിലേക്ക് എത്തപ്പെടുന്നതാണ്. അതേസമയം ചിത്രത്തിന്റെ 6-ാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 5 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 40 കോടിക്ക് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ 6-ാം ദിവസമായി ഇന്നും ചിത്രത്തിന് 5 കോടി 6 കോടി റേഞ്ചിൽ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ കളക്ഷനോട് കൂടി ചിത്രം 6 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 46 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ വിഷു ഇത് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ മറ്റൊരു സിനിമയാണല്ലോ ജയഗണേഷ്. രഞ്ജിത് ശങ്കറിന്റെ സംവിധാനത്തിൽ ഉണ്ണിമുകുന്ദനെ നായകനാക്കി ഈ കഴിഞ്ഞ വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക് റിലീസ് നടത്തിയ ജയഗണേഷ് എന്ന സിനിമയ്ക്ക് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് കിട്ടിയതെങ്കിൽ പോലും ചിത്രത്തിന് വലിയ രീതിയിലൊരു കളക്ഷനൊന്നും തന്നെ കേരള ബോക്സ് ഓഫീസിലാണെങ്കിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലാണെങ്കിലും ചിത്രത്തിന് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടില്ല. നിലവിൽ 6 ദിവസം കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന ഉണ്ണിമുകുന്ദന്റെ ജയഗണേഷ് എന്ന സിനിമയ്ക്ക് ചിത്രത്തിന്റെ 6-ാം ദിവസത്തെ കേരള ട്രാക്കിംഗ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 5-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 18 ലക്ഷം രൂപ എന്ന ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് കളക്ഷനെങ്കിൽ ഇന്നത് 12 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 5-ാം ദിവസമായി ഇന്നലെ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ 30 ലക്ഷത്തിന് മുകളിൽ രൂപ ഗ്രോസ് കളക്ഷൻ നേടിയപ്പോൾ 6-ാം ദിവസമായി ഇന്ന് ചിത്രത്തിന് 25 ലക്ഷത്തിനടുത്ത് രൂപയാണ് ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസിലെ കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ചിത്രം 6 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടി 25 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അടുത്ത ആഴ്ച ചിത്രം വെസ്റ്റ് ഓഫ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ചിത്രം റിലീസാകുന്നതാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് ഒഫീഷ്യൽ അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യവും പരിഗണിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.